ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിങ്. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ ജാങ്കോ ട്യൂട്ടോറിയലാണ്. സോ ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ടെംപ്ലേറ്റ്സ് ആണ് നോക്കുന്നത്. ഓക്കെ, സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ URL മാപ്പിങ്സ് നോക്കി. അതായത് നമ്മൾ ഒരു ഇൻക്ലൂഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഇനി അടുത്ത നമുക്ക് ടെംപ്ലേറ്റ്സ് ആണ് നോക്കുന്നത്. സോ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്ച്വൽ വെബ്സൈറ്റിൻ്റെ 3 സാധനങ്ങളാണ്. ഒന്ന് HTML, CSS ആൻഡ് ജാവാസ്ക്രിപ്റ്റ്. ഓക്കെ, നമ്മുടെ ഈ ഫസ്റ്റ് ആപ്ലിക്കേഷൻ്റെ വ്യൂസിനകത്ത് നമുക്ക് HTML കൊണ്ടുവരണം. ഇതിപ്പോൾ ഞാൻ HTML സ്ട്രിങ് ആണ്. സോ HTML സ്ട്രിങ്ങിനകത്ത് നമുക്ക് HTML ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ നമ്മുടെ ഒറിജിനൽ HTML നമുക്ക് ഇതിനകത്ത് കൊണ്ടുവന്നാൽ പിന്നെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഓക്കെ, സോ നമ്മളിവിടെ ടെംപ്ലേറ്റ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം. സോ ടെംപ്ലേറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം പ്രോജക്റ്റിനകത്ത്, അതായത് ഫസ്റ്റ് പ്രോജക്റ്റിനകത്ത് നമ്മളൊരു ടെംപ്ലേറ്റ്സ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ടെംപ്ലേറ്റ്സ് ഫോൾഡർ ഓക്കെ, ടെംപ്ലേറ്റ്സ് ഫോൾഡർ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, സോ ടെംപ്ലേറ്റ്സ് ഫോൾഡറിനകത്ത് ഞാൻ പിന്നെയും ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്. ഫസ്റ്റ് ആപ്പ്, അതായത് നമ്മുടെ ഫസ്റ്റ് ജാങ്കോ ആപ്ലിക്കേഷൻ്റെ HTML ആണ് നമ്മൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ്റെ HTML നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിഫറെൻറ്റ് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യുക. അതായത് നമുക്ക് അറിയാൻ വേണ്ടിയാണ്. ഓക്കെ, സോ ഫസ്റ്റ് ആപ്പിനകത്ത് ഞാനൊരു HTML ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. index.html. ഓക്കെ, സോ index.html. ഇപ്പോൾ index.html നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ HTML എഴുതുക. സോ HTML നമ്മൾ ഫുള്ളി എഴുതേണ്ട കാര്യമില്ല, കാരണം വിഷ്വൽ സ്റ്റുഡിയോ കോഡിനകത്ത് നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. എക്സ്ക്ലമേഷൻ മാർക്ക്, സിംഗിൾ എക്സ്ക്ലമേഷൻ മാർക്കുണ്ട്, 3 എക്സ്ക്ലമേഷൻ മാർക്കുണ്ട്. അതിൽ സിംഗിൾ എക്സ്ക്ലമേഷൻ മാർക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു ബേസിക് സ്ട്രക്ചർ, HTMLൻ്റെ ബേസിക് സ്ട്രക്ചർ നമുക്ക് കിട്ടും. ഇനി ബോഡിക്കകത്ത് നമ്മൾ ചുമ്മാ ഒരു പേര്, വെൽക്കം ടു ജാങ്കോ ട്യൂട്ടോറിയൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഒരു സിൻടാക്സ്, ഒരു വ്യൂ കണ്ടൻറ്റ്. ഓക്കെ, ഇതെന്താണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഓക്കെ, സോ നമ്മളിവിടെ HTML ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ടെംപ്ലേറ്റ്സ് നമ്മുടെ മെയിൻ പ്രോജക്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ മെയിൻ പ്രോജക്റ്റിനകത്താണ് നിൽക്കുന്നത്. അതിനകത്ത് നമുക്ക് ഇവിടെ സെറ്റിങ്സ് ഫയലുണ്ട്. അതിനകത്ത് കയറിയിട്ട് നമ്മളിവിടെ ടെംപ്ലേറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുക. സോ ടെംപ്ലേറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഇവിടെ ബേസ് ഡയറക്ടറി എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്. അതായത് നമ്മുടെ പ്രോജക്റ്റിൻ്റെ പാത്താണ് ഇതിന് പറയുന്നത്. അത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിൻ്റ് ബേസ് ഡയറക്ടറി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബേസ് ഡയറക്ടറിക്കകത്ത് നമ്മളിവിടെ ഫസ്റ്റ് പ്രോജക്റ്റ്, അതായത് ഫസ്റ്റ് പ്രോജക്റ്റിനകത്ത് നമുക്ക് ഈ സെറ്റിങ്സ് ഫയൽ റൺ ചെയ്യണം. അത് റൺ ചെയ്യണമെങ്കിൽ നമ്മൾ പൈത്തൺ settings.py. ഓക്കെ, settings.py കൊണ്ടുപോയി നമ്മളിവിടെ പ്രോജക്റ്റിൻ്റെ പാത്താണ് ഉണ്ട്. സോ ബേസ് ഡയറക്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോജക്റ്റിൻ്റെ പാത്താണ്. അപ്പോൾ പ്രോജക്റ്റിനകത്താണ് നമ്മുടെ ടെംപ്ലേറ്റ്സിൻ്റെ ഫോൾഡർ ഇരിക്കുന്നത്. സോ നമുക്ക് ടെംപ്ലേറ്റ്സിൻ്റെ ഫോൾഡർ ആ ഒരു വേരിയബിളിനകത്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് സെറ്റ് ചെയ്യണം നമ്മൾ ഒരു വേരിയബിളിൻ്റെ പേരിടുക. നമുക്ക് വേണമെങ്കിൽ ടെംപ്ലേറ്റ് ഡയറക്ടറി. ഓക്കെ, ടെംപ്ലേറ്റ് ഡയർ ഈക്വൽ ടു, നമുക്കിവിടെ പാത്ത് ഒരു മെത്തേഡുണ്ട്, പാത്ത് ഡോട്ട് ജോയിൻ. ഓക്കെ, പാത്ത് ഡോട്ട് ജോയിൻ പാത്ത് എന്ന് പറഞ്ഞിരുന്ന ഒരു മെത്തേഡാണ്. അതിൽ നമ്മൾ ഫസ്റ്റ് നമുക്ക് ബേസ് ഡയറക്ടർ, അതായത് നമ്മുടെ ഈ പ്രോജക്റ്റിൻ്റെ പാത്ത് പ്ലസ് ഈ ടെംപ്ലേറ്റ്സിൻ്റെ പാത്തും കൂടെ കൊണ്ടുവരണം. ഓക്കെ, അത് നമുക്ക് കോമ അതർ എന്ന് പറഞ്ഞ സ്ട്രിങ്ങിൻ്റെ പാത്താണ്. ഓക്കെ, നമ്മൾ സ്ട്രിങ്ങിൻ്റെ പാത്ത് നമ്മളിവിടെ ടെംപ്ലേറ്റ്സ്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം, നമുക്ക് കറക്റ്റ് പാത്താണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനാണ്. നമുക്ക് പൈത്തൺ settings.py നോക്കുമ്പോൾ യെസ്, ഫസ്റ്റ് പ്രോജക്റ്റിനകത്ത് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡറാണ്. ഓക്കെ, സോ ഇത് കറക്റ്റ് പാത്താണ്.
അപ്പോൾ നമ്മൾ അപ്പോൾ ഈ പാത്ത് നമ്മളൊരു വേരിയബിളിനകത്ത് സെറ്റ് ചെയ്തു. ഇനി ഈ വേരിയബിളിൽ നമ്മൾ ഇത് ഇൻക്ലൂഡ് ചെയ്യണം. ഇത് ഇൻക്ലൂഡ് ചെയ്യണത് നമ്മൾ ഇതിനകത്ത് പോകുമ്പോൾ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞൊരു വേരിയബിളുണ്ട്. അതിനകത്ത് ഡയർസ് എന്ന് പറഞ്ഞു, അതായത് ഡയറക്ടറീസ്, അതിൽ നമ്മളിവിടെ ടെംപ്ലേറ്റ് ഡയറക്ടറി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമുക്ക് ടെംപ്ലേറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട്. സോ ടെംപ്ലേറ്റ്സ് എങ്ങനെയെന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ടെംപ്ലേറ്റ്സ് പ്രോജക്റ്റിനകത്ത് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഫോൾഡർ നമ്മൾ അതിൻ്റെ പാത്ത് നമ്മൾ സെറ്റിങ്സിനകത്ത് പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ പ്രോജക്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. എന്തെങ്കിലും എറർ ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് ഒന്ന് നോക്കാം. .py run server. ഓക്കെ, അപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, റൺ ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ ഈ പ്രിൻ്റ് എടുത്ത് കളയാം. ഇനി നമുക്ക് ഇത് നോക്കുമ്പോൾ ഫസ്റ്റ് ആപ്പ്, ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ആപ്പാണ്. ഫസ്റ്റ് ആപ്പ് ഇവിടെ പിന്നെ ടെസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. ഓക്കെ, ഹലോ വേൾഡ്. ഇനി നമുക്ക് വ്യൂസിനകത്ത് പോയിട്ട് നമ്മൾ ഈ HTTP റെസ്പോൺസ് നമുക്ക് ഇതിപ്പോൾ കളയാം. ഓക്കെ, ഇനി നമുക്കിവിടെ റെൻഡർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മൾ റെൻഡർ അത് പിന്നീട് യൂസ് ചെയ്യും. ആദ്യം നമുക്കൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഡിക്റ്റ് കണ്ടന്റ് ഈക്വൽ ടു ഒരു ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വ്യൂ കണ്ടന്റ്. ഓക്കെ, സിംഗിൾ കോട്ട്സ് ആണ് കൊടുക്കുക. ദിസ് ടെക്സ്റ്റ് ഈസ് ഫ്രം views.py. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു ഡിക്ഷണറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്കിവിടെ റെൻഡർ ചെയ്യാം. ഓക്കെ, റെൻഡറിനകത്ത് നമ്മളിവിടെ ഫസ്റ്റ് ആദ്യം നമുക്ക് റിക്വസ്റ്റ്. ഓക്കെ, ആദ്യത്തെ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ആണ്. ഇതാണ് നമ്മുടെ REQ. നമ്മുടെ റിക്വസ്റ്റ് ഇവിടെ REQ എന്നാണ്. അത് കഴിഞ്ഞ് അടുത്ത ടെംപ്ലേറ്റിൻ്റെ നെയിം. ഓക്കെ, ടെംപ്ലേറ്റിൻ്റെ നെയിം എന്ന് പറയണത് ഫസ്റ്റ് ആപ്പ്. ഓക്കെ, ഫസ്റ്റ് ആപ്പ് സ്ലാഷ് index.html. ഓക്കെ, അതാണ് നമ്മുടെ ടെംപ്ലേറ്റിൻ്റെ നെയിം, കോമ. ഇനി അടുത്ത കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഡിക്ഷണറി കോണ്ടെക്സ്റ്റ് ഈക്വൽ ടു ഡിക്റ്റ് കണ്ടന്റ്. ഓക്കെ, ഇനി ഇത് കറക്റ്റ് വർക്കാവുന്നുണ്ടോ നോക്കാം. ടെസ്റ്റ് നമ്മൾ ഇതെല്ലാം മാറ്റി ഫസ്റ്റ് ആപ്പ്. ഓക്കെ, ഫസ്റ്റ് പ്രോജക്റ്റിനകത്ത് റിക്വസ്റ്റ് first app index.html. Okay, ഓക്കെ, സോ നമുക്ക് ഇവിടെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ടെംപ്ലേറ്റ്സ് ആക്ച്വലി നമുക്ക് കിടക്കുന്നത് ഇതിൻ്റെ പാത്ത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു മെയിൻ പ്രോജക്റ്റ് ഫയൽ. അതിനകത്ത് പിന്നെയും ഒരു ഫസ്റ്റ് പ്രോജക്റ്റ്. ഓക്കെ, ഫസ്റ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ പ്രോജക്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് ഈ പാത്തിനകത്ത് നോക്കിയാൽ മതി, 2 ഫസ്റ്റ് പ്രോജക്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രോജക്റ്റ്, അതിൻ്റെ അകത്ത് സബ് ഫസ്റ്റ് പ്രോജക്റ്റ്, അതിൻ്റെ അകത്താണ് ടെംപ്ലേറ്റ്സ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് പ്രോജക്റ്റ് ഇതാണ് സബ് ഡയറക്ടറി, അതിനകത്ത് ടെംപ്ലേറ്റ്സ്. സോ ഈ പാത്തായിരുന്നു ഫോൾഡർ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ അത് മാത്രമല്ല നമ്മളിവിടെ റിട്ടേണും കൂടെ ചെയ്യും കേട്ടോ. റെൻഡർ ചെയ്തിട്ട്
ഫസ്റ്റ് ടാബ് index.html. അപ്പോൾ നമുക്കിവിടെ വെൽക്കം ടു ജാങ്കോ ട്യൂട്ടോറിയൽ ഇത് പറയുന്നത് നമ്മൾ index.html കൊടുത്തതാണ്. ഈ ഇതിനകത്ത് നോക്ക് വെൽക്കം ടു ജാങ്കോ ട്യൂട്ടോറിയൽ. പിന്നെ വ്യൂ കണ്ടൻറ്റിനകത്ത് ദിസ് ടെക്സ്റ്റ് ഇസ് ഫ്രം views.py, അതായത് നമ്മളിവിടെ വ്യൂസ് ഇതിനകത്തൊരു ഡിക്ഷണറി കണ്ടൻറ്റ് വെച്ചിട്ടുണ്ട്. ദിസ് ടെക്സ്റ്റ് ഇസ് ഫ്രം views.py. എന്നിട്ട് ഈ ടെക്സ്റ്റ് ഇതൊരു ഡിക്ഷണറിയാണ്. ഈ ഡിക്ഷണറി നമ്മൾ HTML-നകത്തോട്ട് പാസ് ചെയ്യും. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ വ്യൂ കണ്ടൻറ്റ് എന്ന് പറഞ്ഞൊരു കീ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂ ആണ് ഇവിടെ വന്ന് സെറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മളെ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യുന്നത് എങ്ങനെയോ. ഓക്കെ, സോ ഇവിടെ നമ്മൾ HTML റെൻഡർ ചെയ്യും. അതിനകത്ത് നമ്മൾ ഡിക്ഷണറി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ HTML-നകത്തോട്ട് പാസ് ചെയ്യും. സോ ഇങ്ങനെയാണ് നമ്മൾ ജാങ്കോൻ്റെ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ വീഡിയോയിൽ. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനകത്ത് ഇടുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത നമുക്ക് വേറെ സെക്ഷനിൽ നോക്കാം ജാങ്കോ ട്യൂട്ടോറിയൽ. ഓക്കെ ദെൻ ബൈ.